മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയെ തകർക്കുവാനായി ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമായിരുന്നു മറാത്ത സംവരണം. വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടായി. എന്നാൽ ഈ എൻ.ഡി.എ സർക്കാർ, അതായത് ഷിൻഡെയുടെ സർക്കാർ ഈ മറാത്ത പ്രക്ഷോഭകാരികളുമായി തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ച നടത്തുകയും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. ഈ മറാത്തയിലെ സമര നായകന്മാരെല്ലാം സമരം പിൻവലിക്കുന്നതായി പ്രസ്താവനകളും ഇറക്കി. എന്നാൽ സമരം പിൻവലിച്ച് ദിവസങ്ങൾക്കകം വീണ്ടും സമരം പൊടുന്നനെ ആരംഭിക്കുകയായിരുന്നു. ഒരു ബസ് കത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ പ്രക്ഷോഭമാക്കി അത് മാറ്റുകയായിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് മുൻപായിരുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്ന് അന്നേ എല്ലാവരും തിരിച്ചറിഞ്ഞു. കാരണം മറാത്ത സംവരണ സമരം പുതിയതായിട്ട് ആരംഭിച്ചതല്ല മഹാരാഷ്ട്രയിൽ. ഉദ്ധവിന്റെ കാലത്തും അതുണ്ടായിരുന്നു. പക്ഷേ ഉദ്ധവിനും അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എൻ.ഡി.എ സർക്കാർ വന്നപ്പോൾ അത് നടപ്പാക്കാൻ കഴിയുന്നതെല്ലാം നടപ്പാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം സമരം പിൻവലിച്ചതിന് ശേഷമായിരുന്നു ഈ സമരം. പക്ഷേ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ വലിയ രീതിയിൽ തന്നെ മഹാരാഷ്ട്ര അടിപറ്റിയത്. പക്ഷേ ഈ മറാത്ത സംവരണ സമരം നടന്ന ഇടങ്ങളിലും ഇല്ലെങ്കിൽ മറാത്ത വിഭാഗം കൂടുതലുള്ള ഇടങ്ങളിലും ബി.ജെ.പിക്ക് രാഷ്ട്രീയപരമായി അത്ര ശക്തിയില്ല. ബി.ജെ.പിക്ക് മാത്രമല്ല, കോൺഗ്രസിനും എൻ.സി.പിക്കും ഒന്നും ശക്തി ഇല്ലാത്ത ഇടങ്ങളാണ്. ഇവിടെ ശിവസേനയും ആണ് രണ്ട് വിഭാഗം ശിവസേനകളാണ് ഏറ്റുമുട്ടാറുള്ളത് തെരഞ്ഞെടുപ്പുകളിലും മറ്റും. ഒപ്പം തന്നെ കോൺഗ്രസിനും അല്പം ശക്തിയുണ്ട് എന്ന് മാത്രം പറയാവുന്ന ഇടങ്ങൾ, അതായത് ബി.ജെ.പിക്ക് വലിയ റോളൊന്നുമില്ലാത്ത ഏതാണ്ട് 5ഓളം നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങിയ പ്രദേശമാണ് ഏറ്റവും കൂടുതൽ മറാത്ത വിഭാഗം താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി ഇവരുടെ ഒരു ശക്തി അളക്കുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, മറാത്ത സംവരണം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം 50% സംവരണത്തിൽ ഒതുക്കണം, സംവരണത്തിൻ്റെ തോത് 50% മുകളിൽ ഉയരാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മറാത്തികൾക്ക് സംവരണം, മറാത്ത വിഭാഗത്തിന് സംവരണം നൽകുകയാണെങ്കിൽ ഈ 50%-നകത്തുള്ള OBC-കളുടെ സംവരണം വെട്ടിച്ചുരുക്കി മാത്രമേ നൽകാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ OBC-കളുടെ സംവരണം ഇല്ലാതാകും, ഇല്ലെങ്കിൽ അവരുടെ സംവരണം വെട്ടിച്ചുരുക്കേണ്ടി വരും. തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ ഏതായാലും പ്രതിപക്ഷമാണ് വെട്ടിലായിരിക്കുന്നത്. അതിനിടയ്ക്ക് ബി.ജെ.പിയുടെ ഒരു ചോദ്യം കൂടി പ്രതിപക്ഷത്തോടുണ്ട്. നിങ്ങൾ അധികാരത്തിലേറിയാൽ മറാത്ത സംവരണം കൊടുക്കുമോ? അങ്ങനെ മറാത്ത സംവരണം കൊടുക്കേണ്ടി വരുമ്പോൾ OBC സംവരണം വെട്ടിക്കുറയ്ക്കേണ്ടി വരില്ലേ? അതിന് എന്ത് ചെയ്യും? സാധാരണ 50% സംവരണം ഓൾറെഡി മഹാരാഷ്ട്രയിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം കുറച്ചാൽ മാത്രമേ ഈ മറാത്ത വിഭാഗത്തിന് പുതിയ സംവരണം നൽകാൻ കഴിയൂ. അതായത് ഇരുതല മൂർച്ചയുള്ളൊരു വാളായിരുന്നു ഏതായാലും ബി.ജെ.പി ഒതുക്കാനായി കൊണ്ടുവന്നെങ്കിൽ ഇപ്പോഴത് പ്രതിപക്ഷത്തിന് നേരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് ബി.ജെ.പി. കാരണം ഈ സംവരണം കൊടുക്കുകയാണെങ്കിൽ OBC-യുടെ സംവരണം കോട്ട കുറയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വലിയൊരു വിഭാഗമാണ് OBC. അവർ പ്രക്ഷോഭത്തിന് ഇറങ്ങുമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. കാരണം ബി.ജെ.പിയുടെ ഒരു വോട്ട് ബാങ്കും ഈ OBC വോട്ടുകളാണ്. ന്യൂസ് ഡെസ്ക്.